സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട PSC ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സുമാണ്. ഇത് PSC ബുള്ളറ്റിനിൽ പ്രത്യേകം തന്നിരിക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ആദ്യകാലത്ത് നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതം ഏതാണ്? നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്നറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതമാണ്. പെരിയാർ വന്യജീവി സങ്കേതം അല്ലെങ്കിൽ തട്ടേക്കാട് വന്യജീവി സങ്കേതം. പെരിയാർ വന്യജീവി സങ്കേതം അല്ലെങ്കിൽ തട്ടേക്കാട് വന്യജീവി സങ്കേതമാണ് നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്ന് പണ്ട് അറിയപ്പെട്ടിരുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം. 1978 കേരളത്തിലെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രമായി പെരിയാർ വന്യജീവി സങ്കേതം മാറി. കേരളത്തിലെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രം ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേതമാണ്. ഏത് വർഷമാണ്? 1978. തേക്കടി വന്യജീവി സങ്കേതം എന്നും പെരിയാർ വന്യജീവി സങ്കേതം അറിയപ്പെടുന്നു. തേക്കടി വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് പെരിയാർ വന്യജീവി സങ്കേതമാണ്. കർണാടകയിലെ ബന്ദിപ്പൂർ കടുവ സംരക്ഷണ കേന്ദ്രം, തമിഴ്നാട്ടിലെ മുതുമലൈ വന്യജീവി സങ്കേതം എന്നിവയുമായി അതിർത്തി പങ്കിടുന്ന വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം. അപ്പോൾ വയനാട് വന്യജീവി സങ്കേതം ഏതൊക്കെയായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്? കർണാടകയില് ബന്ദിപ്പൂർ കടുവ സംരക്ഷണ കേന്ദ്രമായിട്ടും തമിഴ്നാട്ടില് മുതുമലൈ വന്യജീവി സങ്കേതവുമായിട്ട് വയനാട് വന്യജീവി സങ്കേതം അതിർത്തി പങ്കിടുന്നുണ്ട്. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതമാണ് എറണാകുളത്തെ തട്ടേക്കാട്. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതമാണ് എറണാകുളത്തെ തട്ടേക്കാട്. മയിലുകളുടെ സംരക്ഷണത്തിനുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ചൂലന്നൂർ. ചൂലന്നൂർ എന്തിനാണ് പ്രസിദ്ധം? മയിൽ സംരക്ഷണ കേന്ദ്രമാണ് ചൂലന്നൂർ. കേരളത്തിലെ ഏക കന്യാവനം ഏതാണ്? സൈലന്റ് വാലിയാണ്. കേരളത്തിലെ ഏക കന്യാവനം ഏതാണ്? സൈലന്റ് വാലിയാണ്. ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഇടുക്കിയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള ജില്ല ഏതാണ്? ഇടുക്കി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള സംസ്ഥാനം മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയാണ്. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ മധ്യപ്രദേശാണ്. ഒന്നുകൂടി നോക്കാം. നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്നറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം. 1978 കേരളത്തിലെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രമായിട്ട് പെരിയാർ വന്യജീവി സങ്കേതം മാറി. തേക്കടി വന്യജീവി സങ്കേതം എന്നും പെരിയാർ വന്യജീവി സങ്കേതം അറിയപ്പെടുന്നു. കർണാടകയിലെ ബന്ദിപ്പൂർ കടുവ സംരക്ഷണ കേന്ദ്രം, തമിഴ്നാട്ടിലെ മുതുമലൈ വന്യജീവി സങ്കേതം എന്നിവയുമായിട്ട് അതിർത്തി പങ്കിടുന്ന വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതമാണ് എറണാകുളത്തെ തട്ടേക്കാട്. മയിലുകളുടെ സംരക്ഷണത്തിനുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ചൂലന്നൂർ. കേരളത്തിലെ ഏക കന്യാവനമാണ് സൈലന്റ് വാലി. ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള കേരളത്തിലെ ജില്ലയാണ് ഇടുക്കി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള സംസ്ഥാനം മഹാരാഷ്ട്ര. അടുത്ത ചോദ്യം, റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ്. റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് ഏത് സംസ്ഥാനത്താണ്? ഒഡീഷയിലാണ്. റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത്.
ജർമ്മനിയുടെ സഹായത്തോടെയാണ് റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് നിർമ്മിച്ചത്. റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണ്? ജർമ്മനിയുടെ സഹായത്തോടെയാണ്. ഇരുമ്പുരുക്ക് നിർമ്മാണത്തിന് പ്രാധാന്യം ലഭിച്ചത് രണ്ടാം പഞ്ചവത്സര പദ്ധതിക്കാലത്താണ്. ഇരുമ്പുരുക്ക് നിർമ്മാണത്തിന് പ്രാധാന്യം ലഭിച്ച പദ്ധതിക്കാലം, പഞ്ചവത്സര പദ്ധതിക്കാലം ഏതാണ്? രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിക്കാലത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ ചെറുകിട ഇരുമ്പ് ഉരുക്ക് നിർമ്മാണശാലയാണ് തമിഴ്നാട്ടിലെ പോർട്ടോ നോവയിൽ 1830 സ്ഥാപിതമായത്. ഇന്ത്യയിലെ ആദ്യത്തെ ചെറുകിട ഇരുമ്പുരുക്ക് നിർമ്മാണശാല എവിടെയാണ് സ്ഥാപിതമായത്? തമിഴ്നാട്ടിലെ പോർട്ടോ നോവയിലാണ് 1830. ഭിലായ് ഇരുമ്പുരുക്ക് ശാല ഛത്തീസ്ഗഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭിലായ് എവിടെയാണ്? ഛത്തീസ്ഗഡിൽ. റഷ്യയുടെ സഹായത്തോടെ 1959 ഭിലായ് ഉരുക്ക് നിർമ്മാണശാല നിർമ്മിച്ചത്. ഭിലായ് ആരുടെ സഹായത്തോടെയാണ്? റഷ്യയുടെ സഹായത്തോടെയാണ്. വിജയനഗര സ്റ്റീൽ പ്ലാന്റ് കർണാടകയിലാണ്. വിജയനഗര സ്റ്റീൽ പ്ലാന്റ് എവിടെയാണ്? കർണാടക. സേലം സ്റ്റീൽ പ്ലാന്റ് തമിഴ്നാട്. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ് എവിടെയാണ്? കർണാടകയിലെ ഭദ്രാവതിയിലാണ്. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ് എവിടെയാണ്? കർണാടക, ഭദ്രാവതി. ഇന്ത്യയിലെ പൊതുമേഖല ഇരുമ്പുരുക്ക് നിർമ്മാണശാലകളെ നിയന്ത്രിക്കുന്നത് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ്, സെയിൽ. നിലവിലെ സെയിൽ ചെയർമാൻ അമരേന്ദു പ്രകാശാണ്. ഇന്ത്യയിലെ പൊതുമേഖല ഇരുമ്പുരുക്ക് നിർമ്മാണശാലകളെ നിയന്ത്രിക്കുന്നത് ആരാണ്? സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ്, സെയിൽ. നിലവിലെ സെയിൽ ചെയർമാൻ ആരാണ്? അമരേന്ദു പ്രകാശ്. ഒന്നുകൂടി നോക്കാം. റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ്. ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണ്? ജർമ്മനിയുടെ സഹായത്തോടെയാണ് റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് നിർമ്മിച്ചത്. ഇരുമ്പുരുക്ക് നിർമ്മാണത്തിന് പ്രാധാന്യം ലഭിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ചെറുകിട ഇരുമ്പുരുക്ക് നിർമ്മാണശാല എവിടെയാണ് സ്ഥാപിതമായത്? തമിഴ്നാട്ടിലെ പോർട്ടോനോവയിൽ. വർഷം 1830. ഭിലായ് ഉരുക്ക് നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഛത്തീസ്ഗഡിലാണ്. ഭിലായ് ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണ് നിർമ്മിച്ചത്? റഷ്യയുടെ സഹായത്തോടെ 1959. വിജയനഗര സ്റ്റീൽ പ്ലാന്റ് എവിടെയാണ്? കർണാടകയിലാണ്. സേലം സ്റ്റീൽ പ്ലാന്റ് തമിഴ്നാടാണ്. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ് കർണാടകയിലും ഭദ്രാവതിയിലും. ഇന്ത്യയിലെ പൊതുമേഖല ഇരുമ്പുരുക്ക് നിർമ്മാണശാലകളെ നിയന്ത്രിക്കുന്നത് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ്, അല്ലെങ്കിൽ സെയിൽ. നിലവിലെ സെയിൽ ചെയർമാൻ അമരേന്ദു പ്രകാശ്. അടുത്ത ചോദ്യം, ചണം കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ചൈന, ഇന്ത്യ, ബ്രസീൽ, ഇന്തോനേഷ്യ. ഇതിൽ ചണം കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യ. ബാർലി റഷ്യ, ചോളം അമേരിക്ക, ഗോതമ്പ് ചൈന, റബ്ബർ തായ്ലൻഡ്, കാപ്പി ബ്രസീൽ. അടുത്ത ചോദ്യം, കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ സ്ഥലം. കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ സ്ഥലമാണ് കഞ്ചിക്കോട്. കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ സ്ഥലം ഏതാണ്? കഞ്ചിക്കോട്. തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ പദ്ധതി സ്ഥാപിതമായ സ്ഥലം ഏതാണ്? വിഴിഞ്ഞമാണ്. തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ പദ്ധതി സ്ഥാപിതമായ സ്ഥലം വിഴിഞ്ഞം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ജലവൈദ്യുതിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ജലവൈദ്യുതിയാണ്. ഇടുക്കിയിലാണ് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ളത്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ല ഏതാണ്? ഇടുക്കി. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസലാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. മുതിരപ്പുഴയിലാണ് പള്ളിവാസൽ പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. പള്ളിവാസൽ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് മുതിരപ്പുഴ. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ആർച്ച് ഡാമാണ് ഇടുക്കി ഡാം. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ആർച്ച് ഡാം ഇടുക്കി ഡാം. കാനഡയുടെ സഹായത്തോടെയാണ് ഇടുക്കി ഡാം നിർമ്മിച്ചത്. കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാറ്, പത്തനംതിട്ട ജില്ലയിൽ. കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി കൂത്തുങ്കലാണ്. ഇടുക്കി ജില്ലയിലെ കൂത്തുങ്കലാണ് കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി. ഇടുക്കി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിന്റെ ശേഷി എത്രയാണ്?
780 മെഗാവാട്ടാണ് ഇടുക്കി ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റിൻ്റെ ശേഷി. ഒന്നും കൂടി ഒന്ന് നോക്കാം. കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ സ്ഥലം കഞ്ചിക്കോട്. തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ പദ്ധതി സ്ഥാപിതമായത് എവിടെയാണ്? വിഴിഞ്ഞത്താണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ജലവൈദ്യുതിയാണ്. ഇടുക്കിയിലാണ് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളത്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് മുതിരപ്പുഴയിലാണ്. ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ഇടുക്കി ഡാമാണ്. ഇടുക്കി ഡാം നിർമ്മിച്ചത് കാനഡയുടെ സഹായത്തോടെയാണ്. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ മേഖലയിലെ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ, പത്തനംതിട്ട. കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ജലവൈദ്യുത പദ്ധതിയാണ് കൂത്തുങ്കൽ, ഇടുക്കി ജില്ല. ഇടുക്കി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിന്റെ ശേഷി എന്ന് പറയുന്നത് 780 മെഗാവാട്ടാണ്. അടുത്ത ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദാണ്. മൗലാന അബ്ദുൽ കലാം ആസാദാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ 11. ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ 11. ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമായ നവംബർ 11. ദേശീയ അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ്. ദേശീയ അധ്യാപക ദിനം സെപ്റ്റംബർ 5 സെപ്റ്റംബർ 5. അൽ ഹിലാൽ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ മൗലാന അബ്ദുൽ കലാം ആസാദാണ്. ഉറുദു ഭാഷയിലുള്ള പത്രമാണ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ്. 1888 മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരെയെന്ന് ചോദിച്ചാൽ അബ്ദുൽ കലാം ആസാദാണ്. അബ്ദുൽ കലാം ആസാദിന്റെ ആത്മകഥയാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്നത്. ഒന്നുകൂടി നോക്കാം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദാണ്. ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ 11. അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത്. ദേശീയ അധ്യാപക ദിനം എന്നാണ് സെപ്റ്റംബർ 5. ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് ദേശീയ അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത്. അൽ ഹിലാൽ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ മൗലാന അബ്ദുൽ കലാം ആസാദാണ്. ഏത് ഭാഷയിലാണ്? ഉറുദു ഭാഷയിലാണ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു. 1888 മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് അബ്ദുൽ കലാം ആസാദ്. അബ്ദുൽ കലാം ആസാദിന്റെ ആത്മകഥയുടെ പേരാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്നത്. അടുത്ത ചോദ്യം, പഴശ്ശി കൊല്ലപ്പെട്ട വർഷം. പഴശ്ശി കൊല്ലപ്പെട്ടത് 1805 പഴശ്ശി കൊല്ലപ്പെട്ട വർഷം ഏതാണ്? 1805 പഴശ്ശി കൊല്ലപ്പെട്ട വർഷം. പഴശ്ശിരാജയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈനിക മേധാവി ആരാണ്? ആർത്രർ വെല്ലസ്ലി ആണ് പഴശ്ശിരാജയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈനിക മേധാവി. ആർത്രർ വെല്ലസ്ലി. പഴശ്ശിരാജ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. പഴശ്ശിരാജ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. വളപട്ടണം നദിക്ക് കുറുകെയാണ് പഴശ്ശിരാജ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. പഴശ്ശിരാജ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. പഴശ്ശിരാജ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. പഴശ്ശിരാജ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയാണ്. വയനാട് ജില്ലയിലെ മാനന്തവാടിയിലാണ് പഴശ്ശിരാജ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട ശക്തമായ സമരം ഏതാണ്? പഴശ്ശി വിപ്ലവമാണ് മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട ശക്തമായ വിപ്ലവം. പഴശ്ശി വിപ്ലവ സമയത്ത് മലബാറിലെ സബ് കളക്ടർ ആരായിരുന്നു? തോമസ് ഹാർവേ ബാബർ ആയിരുന്നു പഴശ്ശി വിപ്ലവ സമയത്ത് മലബാറിലെ സബ് കളക്ടർ. പുരളിശൈമൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് പഴശ്ശിരാജയാണ്. പുരളിശമ്മൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ആരാണ്? പഴശ്ശിരാജയാണ്. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സർദാർ KM പണിക്കറാണ്. കേരള സിംഹം എന്നറിയപ്പെട്ടത് പഴശ്ശിരാജയാണ്.
പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കറാണ്. ഒന്നാം പഴശ്ശി വിപ്ലവ കാലഘട്ടം എന്ന് പറയുന്നത് 1793 ടു 1797 ഒന്നാം പഴശ്ശി വിപ്ലവ കാലഘട്ടം. രണ്ടാം പഴശ്ശി വിപ്ലവ കാലഘട്ടം 1800 ടു 1805 ഒന്നാം പഴശ്ശി വിപ്ലവ കാലഘട്ടം 1793 മുതൽ 1797 വരെയാണ്. രണ്ടാം പഴശ്ശി വിപ്ലവ കാലഘട്ടം എന്ന് പറയുന്നത് 1800 മുതൽ 1805 വരെയാണ്. ബ്രിട്ടീഷുകാർ വയനാട്ടിൽ മേധാവിത്വം ഉറപ്പിക്കുന്നതിനെതിരെ അവിടെയുള്ള ആദിവാസി വിഭാഗം നടത്തിയ ലഹളയാണ് കുറിച്യ ലഹളം. 1812 ബ്രിട്ടീഷുകാർ വയനാട്ടിൽ മേധാവിത്വം ഉറപ്പിക്കുന്നതിനെതിരെ അവിടെയുള്ള ആദിവാസികൾ നടത്തിയ ലഹളയാണ് കുറിച്യ ലഹള. 1812 കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പിയാണ്. പഴശ്ശി രാജാവിൻ്റെ സർവ്വസൈന്യാധിപൻ കൈത്തേരി അമ്പു. പഴശ്ശിരാജാവിൻ്റെ സർവ്വസൈന്യാധിപൻ കൈത്തേരി അമ്പു. പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ കേണൽ ആർതർ വെല്ലസ്ലിയാണ്. പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ. അടുത്ത ചോദ്യം, ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയ ഇന്ത്യൻ വ്യവസായി ആരാണ്? ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയ ഇന്ത്യൻ വ്യവസായിയാണ് ശാന്തി പ്രസാദ് ജെയിൻ. ശാന്തി പ്രസാദ് ജെയിൻ. 1944 ശാന്തി പ്രസാദ് ജെയിൻ ഭാരതീയ ജ്ഞാനപീഠ ട്രസ്റ്റ് സ്ഥാപിച്ചു. 1944 1961 മുതലാണ് ജ്ഞാനപീഠ അവാർഡ് ഏർപ്പെടുത്തിയത്. ഏത് വർഷം മുതലാണ്? 1961 മുതൽ. അവാർഡ് നൽകി തുടങ്ങിയത് 1965 മുതലാണ്. മലയാളിയായ ജി ശങ്കരക്കുറുപ്പാണ് ആദ്യ ജ്ഞാനപീഠം നേടിയത്. അദ്ദേഹത്തിൻ്റെ ഓടക്കുഴൽ എന്ന കൃതിക്കായിരുന്നു പുരസ്കാരം. ആദ്യമായിട്ട് ജ്ഞാനപീഠ അവാർഡ് ലഭിച്ചത് ജി ശങ്കരക്കുറുപ്പിനാണ്. കൃതി ഏതാണ്? ഓടക്കുഴൽ. 1982 വരെ കൃതികൾക്ക് നൽകിയിരുന്ന ജ്ഞാനപീഠം പിന്നീട് സാഹിത്യത്തിനുള്ള സമഗ്ര സംഭാവനയ്ക്കായിട്ട് മാറ്റി. ജ്ഞാനപീഠം ലഭിച്ച ആദ്യ വനിതയാണ് ആശാപൂർണ ദേവി. ജ്ഞാനപീഠം ലഭിച്ച ആദ്യത്തെ വനിത ആശാപൂർണ ദേവി. 1976 പ്രഥമ പ്രതിശ്രുതി എന്ന കൃതിക്കായിരുന്നു പുരസ്കാരം. ബംഗാളി എഴുത്തുകാരിയാണ്. 1976 പ്രഥമ പ്രതിശ്രുതി. കൃതിയുടെ പേര് പ്രഥമ പ്രതിശ്രുതി. ജ്ഞാനപീഠം നേടിയ മലയാളികളാണ് ജി ശങ്കരക്കുറുപ്പ്. കൃതി ഓടക്കുഴൽ. വർഷം 1965. SK പൊറ്റക്കാട് 1980 ഒരു ദേശത്തിൻ്റെ കഥ. തകഴി ശിവശങ്കരപ്പിള്ള 1984. MT വാസുദേവൻ നായർ 1995. ONV കുറുപ്പ് 2007. അക്കിത്തം അച്യുതൻ നമ്പൂതിരി 2019. 58ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഗുൽസാർ ഉറുദു കവിയായ ഗുൽസാർ, അതുപോലെ സംസ്കൃത പണ്ഡിതനായ സ്വാമി രാമഭദ്രാചാര്യ എന്നിവർക്കാണ്. ജ്ഞാനപീഠം നേടിയ മലയാളികൾ ആരൊക്കെയാണ്? ജി ശങ്കരക്കുറുപ്പ്, SK പൊറ്റക്കാട്, തകഴി ശിവശങ്കരപ്പിള്ള, MT വാസുദേവൻ നായർ, ONV കുറുപ്പ്, അക്കിത്തം അച്യുതൻ നമ്പൂതിരി എന്നിവർക്കാണ്. 58ാമത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഗുൽസാർ ഉറുദു കവിയായ ഗുൽസാറും അതുപോലെ സ്വാമി രാമഭദ്രാചാര്യ എന്നിവർക്കാണ്. അടുത്ത ചോദ്യം, കാസിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? കാസിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ആസാമിലാണ്. കാസിരംഗ നാഷണൽ പാർക്ക് ആസാം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ആൻഡമാൻ നിക്കോബാർ. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ്. ഉത്തരാഖണ്ഡിൽ 1936 സ്ഥാപിതമായത്. ഇന്ത്യയിലെ ഫോസിൽ നാഷണൽ പാർക്കുകളാണ് മണ്ഡല, സിവാലിക് എന്നിവ. ഇന്ത്യയിലെ ഫോസിൽ നാഷണൽ പാർക്കുകൾ മണ്ഡല മധ്യപ്രദേശില്, സിവാലിക് ഹിമാചൽ പ്രദേശില്. ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്തിലാണ് എന്നാണ് പറയുന്നത്. മൗലിങ് അരുണാചൽ പ്രദേശില്, വാൽമീകി ബീഹാർ,
വേൽവാദർ ഗുജറാത്ത്, മറൈൻ ഗുജറാത്ത്, ബണ്ണാർഘട്ട കർണാടക, ബ്ലൂ മൗണ്ടൻ മിസോറാം, ദൂത് ഉത്തർപ്രദേശ്, കുന്ദ്രേമുഖ് കർണാടക, ഗ്രേറ്റ് ഹിമാലയൻ ഹിമാചൽ പ്രദേശ്. അടുത്ത ചോദ്യം, രാഷ്ട്രപതിയായി മത്സരിക്കുവാൻ വേണ്ട കുറഞ്ഞ പ്രായം. രാഷ്ട്രപതി 35 വയസ്സാണ്. 35 വയസ്സ്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്നത് ആരാണ്? ഇലക്ഷൻ കമ്മീഷൻ. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ തർക്കങ്ങൾ പരിഹരിക്കുന്നത് സുപ്രീം കോടതിയാണ്. രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. രാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഉപരാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്കാണ്? ഉപരാഷ്ട്രപതിക്കാണ്. ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള പ്രസിഡന്റ്. ഇന്ത്യയുടെ 15ാമത് പ്രസിഡന്റായിട്ട് സ്ഥാനമേറ്റത് ആരാണ്? ദ്രൗപദി മുർമു ആണ്. ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള പ്രസിഡന്റ് ഇന്ത്യയുടെ 15ാമത് പ്രസിഡന്റായിട്ട് സ്ഥാനമേറ്റത് ദ്രൗപദി മുർമു. രാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്ന നടപടിയാണ് ഇംപീച്ച്മെന്റ്. ഏത് ആർട്ടിക്കിൾ പ്രകാരം? ആർട്ടിക്കിൾ 61. രാഷ്ട്രപതി സ്ഥാനം ഒഴിവ് വന്നാൽ 6 മാസത്തിനുള്ളിൽ പുതിയ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കണം. അവസാനത്തെ ചോദ്യമാണ്, ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപം ഭരതനാട്യമാണ്. ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപം ഏതാണ്? ഭരതനാട്യം. ചലിക്കുന്ന കാവ്യം, ദാസിയാട്ടം എന്നിങ്ങനെയറിയപ്പെടുന്ന നൃത്തരൂപമാണ് ഭരതനാട്യം. ചലിക്കുന്ന കാവ്യം, ദാസിയാട്ടം എന്നിങ്ങനെയറിയപ്പെടുന്നത് ഭരതനാട്യമാണ്. ഭരതനാട്യത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമാണ് അഭിനയ ദർപ്പണം. ഭരതനാട്യത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം ഏതാണ്? അഭിനയ ദർപ്പണം. ഭരതനാട്യം ഉത്ഭവിച്ചത് തമിഴ്നാട്ടിലാണ്. ഭരതനാട്യം ഉത്ഭവിച്ചത് തമിഴ്നാട്. നാട്യശാസ്ത്രത്തിൽ അടിസ്ഥാനത്തിലുള്ള നൃത്തരൂപമാണ് ഭരതനാട്യം. നാട്യശാസ്ത്രം രചിച്ചത് ഭരതമുനിയാണ്. ആന്ധ്രാപ്രദേശിലെ നൃത്തരൂപമാണ് കുച്ചിപ്പുടി. കുച്ചിപ്പുടി എവിടത്തെയാണ്? ആന്ധ്രാപ്രദേശിലെയാണ്. ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യ ഭാരതീയ നൃത്തരൂപം ഏതാണ്? കൂടിയാട്ടമാണ്. ലോക പൈതൃകമായിട്ട് യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ നൃത്തരൂപമാണ് കൂടിയാട്ടം. കൂടിയാട്ടത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്നത് അമ്മന്നൂർ മാധവ ചാക്യാർ ആണ്. കൂടിയാട്ടത്തിന്റെ കുലപതി അമ്മന്നൂർ മാധവ ചാക്യാർ. കേരളത്തിന്റെ തനത് കലാരൂപം കഥകളി. കേരളത്തിന്റെ തനത് കലാരൂപം കഥകളി. കഥകളിയുടെ ആദ്യരൂപം രാമനാട്ടം. കഥകളിയുടെ ആദ്യരൂപമാണ് രാമനാട്ടം. കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥമാണ് ഹസ്തലക്ഷണ ദീപിക. കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥം ഹസ്തലക്ഷണ ദീപിക. ഇന്ത്യയിൽ ക്ലാസിക്കൽ പദവിയുള്ള നൃത്തരൂപങ്ങളുടെ എണ്ണം 8 ആണ്. ഇന്ത്യയിൽ ക്ലാസിക്കൽ പദവിയുള്ള നൃത്തരൂപങ്ങളുടെ എണ്ണം 8. ഭരതനാട്യം, കഥകളി, ഒഡീസി, കുച്ചിപ്പുടി, മണിപ്പൂരി, മോഹിനിയാട്ടം, കഥക്, സാത്രിയ. ഭരതനാട്യം, കഥകളി, ഒഡീസി, കുച്ചിപ്പുടി, മണിപ്പൂരി, മോഹിനിയാട്ടം, കഥക്, സാത്രിയ എന്നിവയാണ് ഇന്ത്യയിലെ ക്ലാസിക് പദവിയിലുള്ള 8 നൃത്തരൂപങ്ങൾ. ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത്. എല്ലാം തന്നെ പ്രധാനപ്പെട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അതുപോലെ റിലേറ്റഡ് ഫാക്ട്സും PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. എല്ലാം പഠിച്ചെടുക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.